10ാം ക്ലാസ്സിലെ IT മോഡൽ പരീക്ഷയുടെ 2ാം ഗ്രൂപ്പ് ചോദ്യങ്ങൾ. അതിലെ ഒന്നാമത്തെ ചോദ്യം, പ്രവർത്തനം 2.1. COVID-19 എന്ന മഹാമാരിയെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ COVID-19.ott എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുക. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ഇവിടെ സൂചന നൽകിയിട്ടുണ്ട്. ഉപശീർഷകങ്ങൾ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. മാറ്റം വരുത്തിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുക. നമുക്ക് ആദ്യം എക്സാം ഡോക്യുമെന്റ്സിലുള്ള COVID-19.ott എന്ന ഫയൽ തുറക്കണം. തുറക്കുകയാണ്. പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെന്റ്സ് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. COVID-19 എന്ന ഫയൽ തുറക്കുന്നു. ഉപശീർഷകങ്ങൾ ഇവിടെ കാണുന്നത് പോലെ പച്ച നിറത്തിൽ നൽകിയിട്ടുണ്ട്. ഉപശീർഷകങ്ങൾക്കാണ് ഇവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന സ്റ്റൈൽ ബോക്സ് ശ്രദ്ധിക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ചില സ്റ്റൈലുകളുടെ ലിസ്റ്റുകൾ ഇതുപോലെ കാണാൻ കഴിയും. ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ ഇവിടെ തന്നെ കാണുന്നുണ്ട്. ഈ സ്റ്റൈൽ തന്നെയാണ് നമുക്കിവിടെ ആവശ്യം. അതുകൊണ്ട് ഇതുപോലുള്ള സബ് ഹെഡിങ്ങുകൾ ഓരോന്നായി നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യത്തെ സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റൈൽ ഇവിടെ ഇപ്പോൾ ഡിഫാൾട്ട് സ്റ്റൈലാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ ഇതിന് നൽകുകയാണ്. ഹെഡിംഗ് 2 എന്നതിൽ ക്ലിക്ക് ചെയ്തു. ആ സ്റ്റൈൽ അതിന് വന്നതായി ഇവിടെ നോക്കിയാൽ അറിയാൻ കഴിയും. അതുപോലെ അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്നും ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകുന്നു. മൂന്നാമത്തെ സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ കൊടുക്കുന്നു. ഇതുപോലെ ഓരോ ഉപശീർഷകങ്ങളും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റൈൽ മാറ്റുക. കൺട്രോൾ കീ ഉപയോഗിച്ച് ഹെഡിങ്ങുകളെല്ലാം ഒന്നിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. നിങ്ങൾക്ക് എളുപ്പമുള്ള മാർഗം ഉപയോഗിക്കാം. അടുത്ത സബ് ഹെഡിങ് സെലക്ട് ചെയ്യുകയാണ്. കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ടാണ് ഈ ഹെഡിങ് സെലക്ട് ചെയ്യുന്നത്. സെലക്ഷൻ കഴിഞ്ഞാൽ കൺട്രോൾ കീയിൽ നിന്ന് കൈയെടുക്കുക. വീണ്ടും അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുമ്പോൾ കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് സെലക്ട് ചെയ്യുക. കൺട്രോൾ കീയിൽ അമർത്തുന്നു. അടുത്ത ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. ഇതും അതുപോലെ സെലക്ട് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ തന്നെ. എല്ലാ ഹെഡിങ്ങുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിന് ഹെഡിംഗ് 2 എന്ന സ്റ്റൈൽ നൽകാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നു. ഉപശീർഷകങ്ങളെല്ലാം ഹെഡിംഗ് 2 എന്ന സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞു. ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത കാര്യം ഇനി ഉള്ളടക്ക പട്ടിക ചേർക്കുക എന്നതാണ്. ചോദ്യം പരിശോധിക്കുക. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ചേർക്കുക. തലക്കെട്ട് ഇതാണ്. ഉള്ളടക്ക പട്ടിക വേണ്ട സ്ഥാനത്ത് മൗസ് പോയിന്റർ കൊണ്ടുവരിക. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുവാനായി ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്നതിന് നേരെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്ന പേരിൽ ഉള്ളടക്ക പട്ടിക ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മൾ സ്റ്റൈൽ നൽകിയ എല്ലാ ഉപശീർഷകങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഫയൽ സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയലിന് ഇവിടെ പേര് കൊടുക്കുന്നു. ഇപ്പോൾ ഇത് സേവ് ചെയ്യപ്പെടാൻ പോകുന്നത് ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലാണ്. ഹോമിലെ എക്സാം 10 ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാം 10 എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. എക്സാം 10 വന്നു കഴിഞ്ഞു. ഇവിടെ ഇനി സേവ് എന്നതിൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഗ്രൂപ്പ് 2ലെ രണ്ടാമത്തെ ചോദ്യം, ഓൺലൈൻ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ഹോമിലെ എക്സാം _ ഡോക്യുമെന്റ്സ് എന്ന ഫോൾഡറിൽ e-learning.ott എന്ന പേരിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബ്രിയോഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. എല്ലാ പാരഗ്രാഫുകൾക്കും ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകുക. സൂചനകൾ: സ്റ്റൈൽ ജാലകത്തിലെ പാരഗ്രാഫ് സ്റ്റൈലുകളിൽ ടെക്നോളജി എന്ന സ്റ്റൈൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സാധാരണ പോലെ മാറ്റങ്ങൾ വരുത്തിയ ഫയൽ രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യണം. e-learning.ott എന്ന ഫയൽ തുറന്നാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. അതിന് ആദ്യം ഹോം ഫോൾഡർ തുറക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. e-learning.ott എന്ന ഫയൽ തുറക്കുന്നു. ആദ്യം ചെയ്യാനുള്ളത് ഒന്നാമത്തെ പേജിൽ തലക്കെട്ടിന് താഴെയായി ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക എന്നതാണ്.
നോക്കുക, ഇവിടെ ഇതാണ് ഒന്നാമത്തെ പേജിൻ്റെ തലക്കെട്ട്. ഇതിന് താഴെയാണ് ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് മൗസ് പോയിൻ്റർ അതിന് താഴെ കൊണ്ടുവരുന്നു. ഉള്ളടക്ക പട്ടിക ചേർക്കുന്നതിനായി ഇൻസെർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ആൻഡ് ഇൻഡെക്സ് എന്ന് കാണാം. അതിന് നേരെ ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രാഫി എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടേബിൾ ഓഫ് കണ്ടൻറ്റ്സ് എന്ന പേരിലാണ് ഇപ്പോൾ ഉള്ളടക്ക പട്ടിക നിർമ്മിക്കാൻ പോകുന്നത്. ഇവിടെ മാറ്റങ്ങൾ വരുത്തുവാൻ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തി കഴിഞ്ഞു. ഇതിലെ ഒന്നാമത്തെ ഭാഗം ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഭാഗം ചെയ്യാം. എല്ലാ പാരഗ്രാഫുകൾക്കും ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകുക എന്നതാണ് രണ്ടാമതായി ചെയ്യാനുള്ളത്. സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടി ആദ്യം പാരഗ്രാഫ് സെലക്ട് ചെയ്യുക. ഇനി ഇവിടെയുള്ള സ്റ്റൈൽ ബോക്സിൽ പരിശോധിച്ച് നോക്കാം. ടെക്നോളജി എന്ന സ്റ്റൈൽ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടെ മോർ സ്റ്റൈൽസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കാണുന്ന സ്റ്റൈൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് സ്റ്റൈൽ ബോക്സ് ഇതുപോലെ ദൃശ്യമാക്കാവുന്നതാണ്. ടെക്നോളജി എന്ന സ്റ്റൈലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. അത് ഇതിലുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കാം. ടെക്നോളജി എന്ന സ്റ്റൈൽ ഇവിടെയുണ്ട്. ഇനി ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ പാരഗ്രാഫിലേക്ക് ആ സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഒരു വട്ടം ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റൈൽ നൽകി കഴിഞ്ഞാൽ ഇടതുഭാഗത്തുള്ള ഈ സ്റ്റൈൽ ബോക്സിലും അതിൻ്റെ പേര് ദൃശ്യമാകുന്നതാണ്. കുറേ കൂടി എളുപ്പത്തിൽ നമുക്കിവിടെ നിന്നും സ്റ്റൈലുകൾ നൽകുവാൻ കഴിയും. പരിശോധിച്ച് നോക്കാം. അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകുന്നു. എല്ലാ പാരഗ്രാഫുകൾക്കും ഈ സ്റ്റൈൽ നൽകേണ്ടതുണ്ട്. അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് ടെക്നോളജി എന്ന സ്റ്റൈൽ നൽകുന്നു. വീണ്ടും അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. എളുപ്പത്തിന് വേണ്ടി കൺട്രോൾ കീയിൽ അമർത്തിക്കൊണ്ട് എല്ലാ പാരഗ്രാഫുകളും ഒന്നിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. കൺട്രോൾ കീയിൽ അമർത്തി അടുത്ത പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ അമർത്തുന്നു. അടുത്ത ഭാഗങ്ങൾ സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ കീയിൽ അമർത്തി അടുത്ത ഭാഗവും സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ പാരഗ്രാഫുകളും സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ കൺട്രോൾ കീയിൽ അമർത്തി സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരും. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓരോ പാരഗ്രാഫായി സെലക്ട് ചെയ്ത് സ്റ്റൈൽ കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ എല്ലാ പാരഗ്രാഫുകളും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ടെക്നോളജി എന്ന സ്റ്റൈൽ എല്ലാ പാരഗ്രാഫുകൾക്കും നൽകുന്നു. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്താൽ മാത്രം മതി. സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് നൽകുന്നു. സേവ് ചെയ്യേണ്ട ഫോൾഡർ ഇതല്ല, ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആണ്. ഹോമിലെ എക്സാണ്ടനിലാണ് സേവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഹോം സെലക്ട് ചെയ്യുന്നു. എക്സാണ്ടൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. എക്സാണ്ടൻ വന്നു കഴിഞ്ഞു. ഇനി സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സേവ് ചെയ്യുന്നു. ഫയൽ നമ്മുടെ രജിസ്റ്റർ നമ്പറിനനുസരിച്ച് സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ പ്രവർത്തനം ലിബർ ഓഫീസ് റൈറ്ററിൽ ചെയ്യുവാനുള്ളത്. ഭൂഖണ്ഡങ്ങളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം _ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ continents.ott എന്ന ഫയലിൽ നൽകിയിരിക്കുന്നു. ഈ ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറന്ന് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. ഉപശീർഷകങ്ങൾക്കായി ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകൾ ഉൾപ്പെടുത്തി ഹെഡിങ് 1-ൽ എർത്ത് എന്ന പേരിൽ പുതിയ സ്റ്റൈൽ നിർമ്മിക്കുക. ആ സ്റ്റൈലിന് വേണ്ട പ്രത്യേകതകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ. ഫോണ്ട് സൈസ് 95%. ഫോണ്ട് കളർ പർപ്പിൾ അണ്ടർലൈൻ സിംഗിൾ. ഇങ്ങനെ ഒരു സ്റ്റൈൽ നിർമ്മിച്ചതിന് ശേഷം ലേഖനത്തിലുള്ള എല്ലാ ഉപശീർഷകങ്ങൾക്കും എർത്ത് എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. ആദ്യം നമുക്ക് പറഞ്ഞ ഫയൽ തുറക്കാം. ഹോം തുറക്കുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സ് തുറക്കുന്നു. continents.ott എന്ന ഫയൽ ഇവിടെയുണ്ട്, അത് തുറക്കുന്നു. ഹെഡിങ് 1-നുള്ളിൽ ഉപശീർഷകങ്ങൾക്കായിട്ടാണ് സ്റ്റൈൽ നിർമ്മിക്കേണ്ടത്. ഇവിടെയുള്ള സ്റ്റൈൽ ബോക്സിൽ നിന്ന് തന്നെ നമുക്കത് ചെയ്തു തുടങ്ങാം. ഇതിലിവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. മോർ സ്റ്റൈൽസ് എന്നതിവിടെ സെലക്ട് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കൂടുതൽ സ്റ്റൈലുകളുള്ള ഒരു സ്റ്റൈൽ ബോക്സ് വലതുഭാഗത്ത് വന്നു കഴിഞ്ഞു. ഇവിടെയുള്ള സ്റ്റൈലുകളിൽ നിന്നും ഇനി ഹെഡിങ് 1 എന്ന സ്റ്റൈൽ കണ്ടെത്തണം. ഹെഡിങ് 1 എന്ന സ്റ്റൈൽ ഇവിടെയുണ്ട്. ഇതിനുള്ളിലാണ് പുതിയ സ്റ്റൈൽ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം ഹെഡിങ് 1 എന്നതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പുതിയ സ്റ്റൈൽ നിർമ്മിക്കുന്നതിന് ഇവിടെ ന്യൂ എന്നതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. എർത്ത്
എന്നതാണ് സ്റ്റൈലിൻ്റെ പേര്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പേര് കൊടുക്കാം. പേര് കൊടുക്കണമെങ്കിൽ ഓർഗനൈസർ എന്ന ടാബ് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഇനി എർത്ത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ ചേർത്ത് കൊടുക്കണം. ഫോണ്ട് ഫാമിലി ബിറ്റ് സ്ട്രീം ചാർട്ടർ ആണ്. അത് ചെയ്യുവാനായി ഫോണ്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലിബറേഷൻ സാൻസ് ആണ് ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിന്നും നമുക്ക് സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഷോർട്ട് കട്ടായി ബിറ്റ് സ്ട്രീം ചാർട്ടർ എന്നതിൻ്റെ 1-2 അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ സ്റ്റൈലിൻ്റെ പേര് ഇവിടെ ഇങ്ങനെ വരുന്നതാണ്. എളുപ്പമുള്ള രീതിയിൽ ചെയ്യാം. നിറം പർപ്പിൾ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിന് ഫോണ്ട് ഡിഫക്ട്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക് എന്നാണ് ഇവിടെ കളർ കാണുന്നത്. ഇവിടെ പർപ്പിൾ എന്ന നിറം കൊടുക്കുവാനായി ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നിന്നും പർപ്പിൾ എന്ന നിറം സെലക്ട് ചെയ്യുന്നു. പർപ്പിൾ ഇവിടെയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിറം പർപ്പിളായി മാറിക്കഴിഞ്ഞു. അണ്ടർലൈനിങ് സിംഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയുള്ള ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് അണ്ടർലൈനിങ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും സിംഗിൾ എന്ന സ്റ്റൈൽ തിരഞ്ഞെടുക്കുന്നു. ഇനി അപ്ലൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഹെഡിങ് 1 എന്നതിൻ്റെ ഇടതുഭാഗത്ത് ചെറിയൊരു അടയാളം കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ നിർമ്മിച്ച എർത്ത് എന്ന സ്റ്റൈൽ ഇവിടെയുണ്ട്. ഉപശീർഷകങ്ങൾക്കെല്ലാം ഈ സ്റ്റൈൽ നൽകേണ്ടതുണ്ടിനി. പച്ച നിറത്തിൽ തന്നിരിക്കുന്നതാണ് ഉപശീർഷകങ്ങൾ. ഇവിടെ ഒരു ഉപശീർഷകമുണ്ട്. സ്റ്റൈൽ നൽകുന്നതിനായി ആദ്യം ഉപശീർഷകം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നിർമ്മിച്ച എർത്ത് എന്ന സ്റ്റൈലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റൈൽ ഇവിടെ വന്നു കഴിഞ്ഞു. അടുത്ത ഉപശീർഷകം അഥവാ സബ് ഹെഡിങ് സെലക്ട് ചെയ്യുന്നു. എർത്ത് എന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് അതിനും സ്റ്റൈൽ നൽകി കഴിഞ്ഞു. അടുത്ത ഉപശീർഷകത്തിനും അതുപോലെ തന്നെ സ്റ്റൈൽ നൽകുന്നു. ഇങ്ങനെ എത്ര ഉപശീർഷകങ്ങളുണ്ടോ അവയ്ക്കെല്ലാം ഈ സ്റ്റൈൽ നൽകുക. സെലക്ട് ചെയ്ത എല്ലാ ഉപശീർഷകങ്ങൾക്കും അഥവാ സബ് ഹെഡിങ്ങുകൾക്കും എർത്ത് എന്ന സ്റ്റൈൽ വന്നു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യണം. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സേവ് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ഫയലിന് പേര് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നതിന് മുമ്പ് ഏത് ഫോൾഡറിലാണ് ഇത് സേവ് ചെയ്യപ്പെടുന്നത് എന്ന് പരിശോധിക്കുക. ഇപ്പോൾ ഡോക്യുമെൻറ്റ്സിലാണ്. അതുകൊണ്ട് ഹോം ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതിലെ Exam10 എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ നമ്മൾ നൽകിയ രജിസ്റ്റർ നമ്പർ പ്രകാരം സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു.